ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. നമ്മൾ വെജ് ആയതുകൊണ്ട് വെജിൻ്റെ ഹോട്ടലിലല്ലേ പോവാം, അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ട്രെയിൻ വന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഓട്ടോ ലാൻഡുകാരോടും കുറച്ച് പേരോടൊക്കെ ചോദിച്ചു ഇവിടെ അടുത്ത് ഏതാണ് നല്ല വെജ് ഹോട്ടൽ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഭാരത് ഹോട്ടലാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നു. അതിനുശേഷം സുധിച്ചേട്ടൻ ഒരു ഊണും ഞാനൊരു പനീറിൻ്റെ ബിരിയാണിയാണ് കഴിച്ചത്. പിള്ളേർക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ നിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. സെപ്പറേറ്റ് വേറെ ഒന്നും വാങ്ങിച്ചില്ല. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ എന്താ കൂട്ടത്തിൽ നമുക്ക് പായസം തരും. എനിക്കും പായസം തന്നിട്ടുണ്ടായിരുന്നു. ഗോതമ്പ് പായസമായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ റൂമൊക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ഭാരത് ഹോട്ടലിൻ്റെ തന്നെ റൂം അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കാനായിട്ട് അവർ പറഞ്ഞു, റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. നമ്മളതേ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ തന്നെ ആ ഫുഡ് ഭാരത് എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ തന്നെ ഒരു ഇതുണ്ട്, റൂമൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സംഭവമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ റൂമൊക്കെ ഒന്ന് എടുത്തിട്ട് പോകട്ടെ. അങ്ങനെ റേറ്റും കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ അവസാനം ഫിക്സ് ചെയ്തിട്ടോ. കാരണം നമ്മൾക്ക് വേറെ റൂമൊക്കെ അന്വേഷിക്കാനായിട്ട് നല്ല വെയിലാണ്. പിന്നെ ഈ 2 കുഞ്ഞുമക്കളെയും കൊണ്ടൊക്കെ നമ്മൾ തിരയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കറക്റ്റ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ കിട്ടി. നമ്മൾ വന്നപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ റൂം എടുക്കുക. എന്നിട്ട് നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് ബസ്സിന് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ബസ്സിന് പോകാമെന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് റൂം. നല്ല വൃത്തിയും കാര്യങ്ങളാണ് കേട്ടോ. ബാത്റൂം കാണിക്കാൻ ഞാൻ വിട്ടുപോയി. അടിപൊളി ബാത്റൂമാണ്. ബാത്റൂം വേണമെങ്കിൽ പായിട്ട് കിടക്കാം, മാതിരി വൃത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷായി റെഡിയായി നമ്മളിതേ പോവാണേ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുത്തെ ആ ഭാരതിൻ്റെ തന്നെ ഹോട്ടലിലാണല്ലോ ഭക്ഷണം കഴിച്ചത്. അവിടെ നിന്ന് തന്നെ അവിടുത്തെ ഒരു അവർ തന്നെ ലോഡ്ജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ റൂം എടുത്തു. എന്നിട്ടൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പറശ്ശിനിക്കടവിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ 3 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ നേരെ ഇപ്പം അങ്ങോട്ടാണ് പോകുന്നത്. ബസ്സിനാണ് കേട്ടോ പോകുന്നത്. 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഇതേ പോകാൻ പോണേ കേട്ടോ. ഞാൻ കുഞ്ഞിലേ പോയതാണ്. സൂചിച്ചേട്ടൻ പോയിട്ടില്ല? സൂചിച്ചേട്ടൻ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ എനിക്ക് ഓർമ്മയില്ല, കുറേ പടികളുണ്ടെന്നൊക്കെ വീഡിയോയിൽ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഏകദേശം ഒരു 3 മണിയോട് കൂടി നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം റൂമിലൊക്കെ കിടന്ന് ഫ്രഷായി റെഡി ആയിട്ടൊക്കെയാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മുടെ വലിയ ഒരു ബാഗൊക്കെ നമ്മൾ റൂമിൽ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര സഹകരണം വരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നതല്ല. അപ്പോൾ ഇരുന്ന് പോകാനായിട്ട് ഈ ഒരു സ്റ്റാൻഡാണ് നല്ലതെന്ന് പറഞ്ഞ് 2 സ്റ്റാൻഡ് ഉണ്ട് അവിടെ, പഴയ സ്റ്റാൻഡും പുതിയ സ്റ്റാൻഡ്. അപ്പോൾ പഴയ സ്റ്റാൻഡിൽ കൊണ്ടാക്കി ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ബസ് കാത്ത് നിൽക്കുകയാണ്. പറശ്ശിനിക്കടവിലോട്ടുള്ള ബസ് ഇപ്പം അങ്ങോട്ട് പോയുള്ളൂ. അപ്പം അടുത്ത് തന്നെ ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. സുധിച്ചേട്ടൻ മെഡിക്കൽ ഷോപ്പിൽ പോയിരിക്കണം. സുധിച്ചേട്ടൻ തലവേദന എടുത്ത് വയ്യെന്ന് പറയണം. അപ്പോൾ തലവേദനയുടെ ഗുളിക മേടിക്കാനായിട്ട് പോയിരിക്കാം. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ പോസ്റ്റാണ് ഗായ്സ്. ഓക്കെ ഗായ്സ്, ഹലോ ഗായ്സ് എന്ന് പറഞ്ഞ ശുക്ര ഒരു ബ്രൗണിയൊക്കെ കയ്യിലെടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ല വെയിലുണ്ട് കേട്ടോ. അത് ഞാൻ വിളിക്കുന്നതുകൊണ്ട് സുധിച്ചേട്ടന് ഭയങ്കര ഒരു വലിയ കൊണ്ടൊരു മിഠായി കൊടുക്കുക കേട്ടോ. വേണ്ടേ, എന്നാ തിന്നണ്ട. ഇവിടെ ഇങ്ങനെ ഭയങ്കര ഔഷധങ്ങൾ കേട്ടോ. ഒരു ഉൾട്ടാനി മുൾട്ടി അങ്ങനത്തെ സംഭവമൊക്കെ ഇങ്ങനെ വിൽക്കുന്നതാണ് കേട്ടോ ഈ ഒരു സൗണ്ട് കേൾക്കുന്നത്. ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് എത്തിയ സമയത്ത് പറശ്ശിനിക്കടവിലേക്ക് ഒരു ബസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 15 മിനിറ്റ് നമ്മളവിടെ പോസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അച്ഛനും മക്കളും കൂടെ അവിടെ ഇങ്ങനെ ഉലാത്തുകയാണ്. അങ്ങനെ അവസാനം നമ്മുടെ ബസ് എത്തി. നമ്മൾ ബസ്സിൽ കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ഇങ്ങനെ ഓരോ ബസ്സിൽ ഓരോരോ പേരുകൾ കാണുമ്പോൾ എനിക്ക് നമ്മുടെ ഷാമി സോൺ യൂട്യൂബ് ചാനലിൽ അത് ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ആ കുട്ടി കണ്ണൂരാണ്. അപ്പോൾ ആ കുട്ടി പറയുന്ന സ്ഥലപ്പേരൊക്കെ കാണുമ്പോൾ അങ്ങനെ എനിക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ ഇതിങ്ങനെ ഐ ലവ് യു കണ്ണൂർ എന്നൊക്കെ കണ്ടു.
അങ്ങനെ കുറച്ചങ്ങോട്ട് പോയി നമ്മൾ 1 മണിക്കൂർ യാത്രയുണ്ട്. കുറച്ചങ്ങോട്ട് പോയപ്പോൾ എല്ലാവരും കിടന്നുറങ്ങിയിട്ട് എനിക്ക് മാത്രം ഉറക്കം വരുന്നുണ്ടായില്ല. എനിക്കങ്ങനെ പെട്ടെന്ന് ഉറക്കം വരുന്നൊരു ടൈപ്പല്ല. അങ്ങനെ എന്ത് ചെയ്തു, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ചൂടായിരുന്നു. ഇത്രയും ദൂരം നമ്മൾ ട്രെയിനിന് വന്നിട്ട് ഒരു വിഷമവും നമ്മൾ അനുഭവിച്ചില്ല. പക്ഷേ ഈ ബസ്സിൽ കയറിയിട്ട് നമുക്ക് ഭയങ്കര ചൂടും, പിന്നെ നമ്മൾ 4 പേരും കൂടെ ഈ 2 സീറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ഭയങ്കര വീർപ്പുമുട്ടലും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ കൂടെ ഫ്ലൈ ഓവർ വരുന്നില്ല, അപ്പോൾ കണ്ണൂർക്കാണെന്ന് കേട്ടു. അപ്പോൾ അവിടെയും ഇതേപോലെ പണികൾ നടക്കുന്നുണ്ട്. പിന്നെ ഇത് പറശ്ശിനിക്കടവിലുള്ള സ്നേക്ക് പാർക്കാണ്. അവിടെ ഒരുമാതിരി എല്ലാവരും ഇറങ്ങി കേട്ടോ. ബസ്സിലുള്ള 3/4 പേരും ആ ഒരു പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലോട്ടായിരുന്നു. നമുക്ക് ടൈം കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ കൂടെ വന്നേനെ. നമുക്ക് അതൊന്നും നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ അമ്പലം മാത്രം ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടക്ടറോട് സുചേട്ടൻ ഇങ്ങനെ അന്വേഷിക്കുകയാണ്, ഇത് എത്ര മണിക്ക് അടയ്ക്കും അങ്ങനെയൊക്കെ. നമുക്ക് ഇവിടെ പറശ്ശിനിക്കടവിൽ ഉത്സവം നടക്കുന്നതുകൊണ്ട് 3 മണി മുതൽ 5 മണി വരെ ഉള്ളൂ കേട്ടോ നമ്മുടെ മുത്തപ്പൻ ആടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 5 മണി വരെ അവിടെ സ്നേക്ക് പാർക്ക് 5 മണിക്ക് ക്ലോസ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു തരത്തിലും കയറാൻ പറ്റില്ല. പിന്നെ പിറ്റേ ദിവസം 9:30 നമുക്ക് റിട്ടേണുള്ള ട്രെയിൻ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ പറശ്ശിനിക്കടവുള്ള വിസ്മയ വാട്ടർ പാർക്കാണിത്. അതിലും നമുക്കൊന്നും കയറാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കുറച്ച് ദൂരമുണ്ട്, ഒരു 10 മിനിറ്റ് വഴിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കടവുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ തോന്നില്ല, നമ്മൾ ആ ഒരു ഭക്തിസാന്ദ്രമായ ഒരു വൈബിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ എടുത്തില്ല. അപ്പം നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞു. അവിടുത്തെ പ്രസാദമാണ് കേട്ടോ, പയറും പിന്നെ തേങ്ങാക്കൊത്തും. ആ രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ്. ഞാൻ പണ്ട് കഴിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിപ്പോൾ തുമ്പി നല്ലോണം കഴിച്ചിട്ടോ, ശുക്രമണി തീരെ തൊട്ടില്ല. അങ്ങനെ കുറച്ച് ചായയൊക്കെ കിട്ടി. അതിനുശേഷം നമ്മൾ സുധിച്ചേട്ടന് ഞങ്ങൾക്കൊരു ഒരു ഫ്രണ്ട്സിനെ കിട്ടിയിട്ട്, ഒരു ഫാമിലിനെ കിട്ടി. അപ്പോൾ അവരായിട്ടാണ്. അപ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് പറശ്ശിനിക്കടവിൽ വരുന്നവരാണ്. അവർ കോഴിക്കോട്ടുകാരാണ് കേട്ടോ. നല്ല നല്ല രസമാണ് അവരുടെ സംസാരം കേൾക്കാനായിട്ട്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നത്, ബോട്ടിങ്ങിന് പോവാണ്. വലിയൊരു ഹൗസ് ബോട്ടും പിന്നെ ചെറിയ ബോട്ടുകളുണ്ട്. നമ്മൾ വലിയൊരു ബോട്ടിലാണ് കയറിയത്. അതുകൊണ്ട് സേഫാണ്. എനിക്ക് ഇത്തിരി പേടികളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സുധിച്ചേട്ടൻ സമ്മതിച്ചില്ല കയറാണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 50 രൂപ ഉള്ളൂ. അപ്പോൾ ഈ വയസ്സായ അമ്മമാരൊക്കെ ഒരുപാട് കയറുന്നുണ്ട്. അപ്പം നിനക്ക് എന്താ കയറിക്കൂടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ കയറിയതാണ് കേട്ടോ. അല്ലാണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ഈ ഒരു 2 ഡെലിവറിയോട് കൂടി എനിക്ക് ഇത്തിരി പേടി കൂടുതലാണ്. പണ്ടെന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ധൈര്യശാലിയായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഒട്ടും ധൈര്യമില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ പാട്ടും അടിപൊളിയായിരുന്നു കേട്ടോ. കയറിയില്ലെങ്കിൽ നഷ്ടം തന്നെയായിരുന്നു. അപ്പോൾ സുചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നോട് ചോദിക്കണേ, ഞാൻ പറഞ്ഞല്ലേ കയറാമെന്ന്, എങ്ങാനും നീ കയറിയില്ലായിരുന്നെങ്കിൽ ഇത് നഷ്ടപ്പെടില്ലായിരുന്നു എന്നൊക്കെ. ഈ ഒരു എൻജോയ്മെൻറ്റ് നഷ്ടപ്പെടില്ല. നമുക്ക് അമ്പലത്തിൽ വന്നിട്ട് ഒരു എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നല്ല കാറ്റും അടിപൊളിയായിരുന്നു. വളരെ സേഫായിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ നല്ലൊരു വ്യൂവും കാര്യങ്ങളും, നമുക്ക് ഫോട്ടോ എടുക്കാനും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം, നമ്മുടെ പറശ്ശിനിക്കടവ് അമ്പലം അതാണ്. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയവരാരും ഡാൻസൊന്നും കളിച്ചില്ല. കുഞ്ഞിപ്പിള്ളേർ സുക്കുറും തുമ്പിയൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. സുധിച്ചേട്ടനും അവരുടെ കൂടെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, നമ്മളിതേ ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാട്ടുകൾ ഇങ്ങനെ പാടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വോയിസ് കൊടുക്കാൻ പറ്റില്ല, കാരണം കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ള കാരണം വോയിസ് നമുക്ക് ഇടാൻ പറ്റില്ല. തുമ്പിയും സുക്കുറും ഒക്കെ ഡാൻസ് കളിക്കണം, നല്ല അടിപൊളി നമുക്ക് തുള്ളാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ടും കാര്യങ്ങളാണ് കേട്ടോ അവരിടുക. പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്ത് കിട്ടാം. അങ്ങനെ പിന്നെ ഭയങ്കരമായിട്ട് ഫോട്ടോസൊന്നും എടുക്കാനായിട്ട് ലൈറ്റ് വലിയ കാര്യത്തിനുണ്ടായിരുന്നില്ല. ലൈറ്റൊക്കെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകണമായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 6:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് 8 മണിക്കാണ് നമുക്ക് ലാസ്റ്റ് ബസ് എന്ന് പറഞ്ഞു. എൻ്റെ ഫോൺ ഓൾറെഡി ചത്തോട്ടെ. ഇത് സുധിച്ചേട്ടൻ്റെ ഫോണിലാണ് ഈ കിടന്ന് കളിക്കണം മുഴുവനും. എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല. ഞാൻ മറ്റേ വന്ദേ ഭാരതിൽ വെച്ച് ചാർജ് കുത്തിയിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് ചാർജ് തീരെ ഉണ്ടായിരുന്നില്ല. പിന്നെ അതേ ആകാശത്ത് മഴവില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ദൃശ്യാനുഭൂതി എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു. ഏകദേശം ഒരു 15 മിനിറ്റ് കറക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മൾ അമ്പലത്തിൽ കയറി വീണ്ടും ഒന്ന് തൊഴുതു. അതിനുശേഷം പിള്ളേർക്ക് കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കണേണ്. എന്ത് മേടിക്കണം എന്നറിയാണ്ട് സുക്രുവും തുമ്പി ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. സുക്രുവിനാണ് കൂടുതൽ, തുമ്പിക്ക് ഞാൻ അത്ര അറിവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ ഓടിച്ചെടുത്തതാണ് കേട്ടോ. കാരണം സുധിച്ചേട്ടൻ്റെ ഫോണിലും ചാർജ് തീരാറായി. പിന്നെ ഓടിച്ചെടുത്തതാണ്.
അങ്ങനെ സുക്രൂന് ഇങ്ങനെ ഒരു ഫാൻ പോലത്തെ ഒരു സംഭവം മേടിച്ചു. അതേപോലെ തന്നെ തുമ്പിക്ക് ഒരു കുഞ്ഞു ബാഗ് മേടിച്ചിട്ട് പിന്നെ നമ്മൾ KSRTC ബസ്സിനാണ് അങ്ങോട്ട് പോയത്. പിന്നെയുള്ള വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം നമ്മൾ പറശ്ശിനിക്കടവിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അവിടെ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഫോൺ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചൊക്കെ സുധിച്ചേട്ടൻ്റെ ഫോണിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂമിൽ വന്നു, ജസ്റ്റ് ഒന്ന് മുറൊക്കെ കഴുകി ബാത്റൂമിലൊക്കെ ഒന്ന് പോയി. എന്നിട്ട് എന്ത് ചെയ്തു, പിള്ളേരുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണം. ഇപ്പം തന്നെ ഇവിടുത്തെ ഭക്ഷണം എന്താണ് റെസ്റ്റോറൻറ്റ് അടയ്ക്കും. ഞങ്ങൾ വേഗം പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം കേട്ടോ. ഇവിടെ അടുത്ത് തൊട്ടപ്പുറം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റെസ്റ്റോറൻറ്റ്. ഈ ഒരു നമ്മൾ എടുത്തിരിക്കുന്ന റൂമിൻ്റെ തന്നെ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഒരു 8:20 അടയ്ക്കുമെന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 8:05 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് രാത്രി കഴിച്ചത്, ഞാൻ ഊത്തപ്പം, സുധിച്ചേട്ടൻ എന്തിട്ടാ ചപ്പാത്തിയും പനീർ കറി, അതേപോലെ തന്നെ സുക്രൂന് 2 ദോശയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കിടിലൻ ഊത്തപ്പമൊക്കെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഹോട്ടലിൽ, ഭാരത് ഹോട്ടലിൽ നിന്ന് തന്നെയാണ് നമ്മൾ തിന്നത്. നമ്മൾ റൂമിൽ കുറച്ചൊരു 5 മിനിറ്റൊക്കെ കിടന്നതിന് ശേഷമാണ് കേട്ടോ അവർ 8:20 ആകുമ്പോൾ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു 8:15 കൂടിയിട്ടാണ് വീണ്ടും വന്നത്. പിന്നെ നമ്മളിവിടെ താമസിക്കുന്നതുകൊണ്ട് തന്നെ അവർ നമുക്ക് വേണ്ടി കാത്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. വളരെ റിലാക്സ് ആയിട്ടാണ് കേട്ടോ കഴിച്ചത്. നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു. നമ്മൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് നടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഹാപ്പിയാണ്. അങ്ങനെ തുമ്പിക്കും സുക്രൂനൊക്കെ വാരിക്കൊടുത്ത് ഞങ്ങളും കൂടെ തിന്നാനിട്ട്. അപ്പം ഞാൻ സുച്ചനോട് പറയണം, ഊത്തപ്പം അടിപൊളി ടേസ്റ്റ് ആണെന്നൊക്കെ പറയട്ടെ. എനിക്ക് എന്തായാലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് സുച്ചേട്ടനോട് ഷെയർ ചെയ്യണം, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ താമസിക്കുന്ന അവിടെ നല്ല അടിപൊളി സീനറിയും കാര്യങ്ങളും ചെത്തിപ്പൂക്കെ നിറഞ്ഞിരിപ്പുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ സ്റ്റേ. നമ്മൾ ട്രെയിൻ വന്നിറങ്ങിയിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് റൂം എടുത്തത്. എന്നിട്ട് ഇവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത്, പറശ്ശിനിക്കടവിലേക്ക് പോയത്. എന്നിട്ട് നമ്മളിപ്പോൾ തിരിച്ചു വരുന്ന വഴിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞല്ലോ ഫോണ് ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ ഇതേ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇതൊരു വൈൻഡപ്പാണ്. ഇനി നമുക്ക് നാളെ 9:30 ട്രെയിൻ, ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 8:30 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ അടിയിലൊക്കെ നല്ല അടിപൊളി റൂമാണ് കേട്ടോ, ഒന്നും പറയാനില്ല, സൂപ്പർ റൂമാണ്. റൂമിലിരുന്ന് ഇതെടുക്കാനായിട്ട് പറ്റില്ല, കാരണം അവിടെ സിനിമ വെച്ചിരിക്കുകയാണ്. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അവിടെ പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, മാരനായി നീ വരും, ആ പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. പിന്നെ സുധിച്ചേട്ടൻ റീൽസും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തുമ്പിയും സുക്രും കൂടെ അല്ലറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പം ഞാൻ ഇവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ബാൽക്കണി കാണിച്ചു തരാം. ബാൽക്കണി ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല വൃത്തി, ബാത്റൂമിൻ്റെ കാര്യമൊക്കെ ഒന്നും പറയണ്ട, നല്ല സൂപ്പർ ബാത്റൂമൊക്കെയാണ്. അപ്പോൾ എന്തിട്ടാണ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാനിത് ഇവിടെ അവസാനിപ്പിക്കാനായിട്ട്, നാളത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മുത്തപ്പനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് പച്ച പിടിപ്പിച്ച് തരണം കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് കണ്ടിട്ടോ. ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ. ഭയങ്കര നമുക്ക് സങ്കടം വരും മുത്തപ്പനെ കാണുമ്പോൾ. നമുക്ക് എന്തിട്ടാണ് ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു ഇമോഷണലായിട്ടുള്ള ഒരു ഫീലിങ്സാണ്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ആ സമയത്ത് ആ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു വിഷമങ്ങളെല്ലാതും ഞാൻ ശരിക്കും കരയണമായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല, നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നൂല. നമ്മൾ ആ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു ഇതിൽ നിൽക്കും. മുത്തപ്പൻ ഇത്ര ദൂരത്തു നിന്ന് തന്നെ കാണാമെന്നാണല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ സങ്കടം വരും നമുക്ക്. മുത്തപ്പന് മനസ്സിലായി ഞങ്ങൾ ഇത്ര ദൂരത്തു നിന്ന് മുത്തപ്പനെ കാണാനായിട്ട് വന്നാണെന്ന്. അപ്പോൾ നമുക്ക് ഇപ്പോഴും എനിക്കിത് പറയുമ്പോൾ സങ്കടമാണ്. അങ്ങനെ അതേ മുത്തപ്പനോട് എല്ലാ വിഷമങ്ങളും പറഞ്ഞിട്ടുണ്ട്. രക്ഷിക്കട്ടെ, എന്നിട്ട് എപ്പോഴെപ്പോഴും വരാൻ പറ്റട്ടെ അല്ലേ, നമുക്ക് എപ്പോഴെപ്പോഴും വരാൻ പറ്റട്ടെ. അങ്ങനെ അപ്പോൾ നമ്മൾ തൊഴുത് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ മനസ്സ് നിറയെ തൊഴുതിട്ടാ. കുറേ നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. നമ്മൾ വന്ന കാര്യം അടിപൊളിയായിട്ട് നടന്ന് ഇനി നമുക്ക് തിരിച്ചു പോകാമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.